ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സാരി റിബൺ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സാരി റിബണിനെ 18 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഒരു സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ ഒരു നൂല് കോർത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റിബണിനെ ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ റിബൺ നിവർത്തിയിട്ട് അതിൻ്റെ രണ്ട് വശത്തു നിന്നും ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയിട്ടുള്ളത്. ഇനി അതിനെ ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമ്മൾ അതിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിലേക്കാക്കി പിടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മുകളിൽ നിന്നും ഇതുപോലെ ഒരു വശം താഴേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ അടുത്ത വശവും താഴേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൂചി നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. ഇത് നന്നായി വലിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ നൂലിനെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൂചി വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ടൈറ്റാക്കി വലിച്ച ശേഷം നമ്മൾ ഈ ഒരു ബോയുടെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നൂല് വെച്ചിട്ട് സൂചിയിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഈ ഒരു നൂലിനെ ഇവിടെ ലോക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നൂലവിടെ ലോക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വരുന്ന ആ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നോർമൽ സാറ്റിൻ റിബൺ അല്ല, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണ്, ഡബിൾ സൈഡായിട്ട് വരുന്നതാണ്. ഇതിന് നമ്മൾ 18 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സാറ്റിൻ റിബണിൻ്റെ അറ്റങ്ങൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. സാറ്റിൻ മെറ്റീരിയൽ പെട്ടെന്ന് നൂലഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിബൺ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള ഓരോ ബോകളാക്കി ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ റിബണിനെ ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ റിബണിൻ്റെ രണ്ട് വശത്തു നിന്നും ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്നും ഇതുപോലെ ഒന്ന് താഴേക്ക് മടക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ അടുത്ത വശത്തു നിന്നും താഴേക്കൊന്ന് മടക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ബോ ആയി കിട്ടും. ഇനി നമ്മൾ സൂചി വെച്ചിട്ട് ഈ ഒരു ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോയെ നമ്മുടെ നൂലിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത റിബണിനെയും ഒന്ന് ബോയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെയും നമ്മൾ നേരത്തെ കോർത്തെടുത്തിട്ടുള്ള ആ ഒരു നൂലിലേക്ക് തന്നെ കോർത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബോയുടെ നല്ല വശങ്ങൾ രണ്ടും മുകളിലേക്കായിട്ട് തന്നെ ഇതുപോലെ കോർത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള. ഇതിൻ്റെ രണ്ട് വശവും ഇതുപോലെ മുകളിലേക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നൂലിനെ ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് മടക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നൂല് വെച്ചിട്ട് ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ 3-4 പ്രാവശ്യം ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സൂചി വെച്ചിട്ട് വീണ്ടും ഒന്ന് സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നൂലിനെ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ വലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ നമ്മളെ ബോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുള്ളൂ. ഇനി ബാക്ക് വശത്ത് നമ്മൾ നൂലിനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ സൂചി കോർത്തെടുത്തിട്ട് നമ്മൾ അതിലൂടെ നമ്മൾ നൂലിനെ ചുറ്റി കൊടുത്തിട്ട് ആ രീതിയിലാണ് നമ്മൾ ലോക്കിട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കൊരു ബോ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മളൊരു ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫോം ഷീറ്റല്ല, ഫാബ്രിക് ഷീറ്റാണ് വരുന്നത്. നമ്മൾ ലെതർ ഷീറ്റ് പോലെയൊക്കെയുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി നമ്മൾ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിൽ ഇതുപോലെ വെക്കുന്നുണ്ട്. ശേഷം ഒരു പേനയോ പെൻസിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബട്ടർഫ്ലൈ സ്റ്റെൻസിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കത്രിക വെച്ചിട്ട് അതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്കൊരു ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഈ ഒരു പിങ്ക് കളർ ബോയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇതുപോലെ നമ്മൾ നീളത്തിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മുകളിൽ ഈ ഒരു സാരി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്നും ഇതുപോലെ 1/2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഇതിലൊരു ബട്ടർഫ്ലൈ കൂടി വെച്ചിട്ട് കൂടുതൽ ഭംഗിയാക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ബോയുടെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോ നമുക്ക് ഹെയർ ബാൻഡിലും അതുപോലെ നമ്മുടെ ഹെയർ ടൈലെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പാണ് ബോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പീസിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഉൾവശത്തിലൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ 2 ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ബട്ടർഫ്ലൈ കൂടെ വെച്ചാൽ ഒന്നുകൂടി കൂടുതൽ ഭംഗിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് കുറഞ്ഞ രീതിയിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ മുകളിലൂടെ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം ഇത് സ്റ്റോൺ ചെയിനാണ്. ഈ ഒരു സ്റ്റോൺ ചെയിനിനെ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം ഉള്ള ഈ ഒരു സ്റ്റോൺ ലൈൻസിൻ്റെ ബാക്കി വരുന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അടുത്ത വശവും കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അലിഗേറ്ററിലും ഹെയർ ബാൻഡിലും നെയിലോൺ ബാൻഡിലും എല്ലാം ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.